സഹോദരരെ, സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ചരിത്രപ്രസിദ്ധമായ ടൈറ്റാനിക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതും നിലവിൽ ലോകത്തിൽ അവശേഷിക്കുന്ന വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിയുടെ ഏക കപ്പലുമായ SS നൊമാഡിക് ആണ്. ഈ കപ്പലിനെ മിനി ടൈറ്റാനിക് എന്നും വിളിക്കാറുണ്ട്. നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റ് നഗരത്തിലുള്ള ഹാർലൻഡ് ആൻഡ് വൂൾഫ് ഷിപ്പ്യാർഡിലാണ് ടൈറ്റാനിക്കിനൊപ്പം ഈ കപ്പലും നിർമ്മിക്കപ്പെട്ടത്. ടൈറ്റാനിക്കിൻ്റെ ഡിസൈനറായ തോമസ് ആൻഡ്രൂസ് ആണ് ഈ കപ്പലിൻ്റെയും രൂപകൽപ്പന നിർവഹിച്ചത്. ഈ കപ്പലിലും ടൈറ്റാനിക്കിലേതുപോലുള്ള ആഡംബര സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ആ കാലത്തെ വൻകിട കപ്പലുകൾ ആഴം കുറഞ്ഞ തുറമുഖത്തേക്ക് അടുപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ യാത്രക്കാരെയും അവരുടെ ലഗേജുകളെയും ആഡംബര കപ്പലുകളിൽ എത്തിക്കാനായി ഉപയോഗിച്ച ടെൻഡർ ഷിപ്പായിരുന്നു SS നൊമാഡിക്. 1912 ഏപ്രിൽ 10 ടൈറ്റാനിക്കിൻ്റെ കന്നിയാത്രയിൽ ഫ്രാൻസിൽ വെച്ച് ഫസ്റ്റ് സെക്കൻഡ് ക്ലാസ് യാത്രക്കാരെ ടൈറ്റാനിക്കിലേക്ക് കയറ്റിവിട്ടത് ഈ കപ്പലായിരുന്നു. ഒന്നും രണ്ടും ലോകമഹായുദ്ധ സമയത്ത് ഫ്രഞ്ച്, ബ്രിട്ടീഷ് സർക്കാരുകൾ ഈ കപ്പൽ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു. പിൽക്കാലത്ത് സർവീസിൽ നിന്നും പിൻവലിച്ച ഈ കപ്പൽ പാരീസിൽ സെയിൽ നദിയിൽ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റായും നൈറ്റ് ക്ലബ്ബായും വർഷങ്ങളോളം പ്രവർത്തിച്ചിരുന്നു. അവിടെ നിന്ന് ചരിത്രസ്നേഹികളും നോർത്തേൺ അയർലൻഡ് സർക്കാരും ചേർന്ന് ഇതിനെ വില കൊടുത്തു വാങ്ങി. നിലവിൽ നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റിലുള്ള ടൈറ്റാനിക് ക്വാർട്ടറിൽ ഒരു മ്യൂസിയമായി പൊതുജനങ്ങൾക്കായി ഇത് പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇത്രയുമാണ് SS നൊമാഡിക്കിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. മറ്റൊരു യാത്രയിൽ വീണ്ടും കാണാം.